ഇപ്പോൾ നമ്മളോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവ് റോണി കെ ബേബി ഉണ്ട്. റോണി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ കടുത്ത തർക്കങ്ങളുടെയും അവകാശവാദങ്ങളുടെയും ഒക്കെ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. ജനവിധിക്ക് മുമ്പിൽ മുന്നണികൾ നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്കിൽ പോലും മുന്നണികൾക്ക് അവരുടേതായിട്ടുള്ള വിലയിരുത്തലുകളുണ്ടാവും, ആത്മവിശ്വാസമുണ്ടാവും, ആശങ്കകളുണ്ടാകും. അതിൽ ഒരു വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു വെക്കാവുന്നത് എന്താണ്? UDF എങ്ങനെയാണ് ഫലം എന്നാണ് ഇപ്പോൾ കരുതുന്നത്? ശ്രീ റോണി. ഞങ്ങള് തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മറ്റു പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇങ്ങനെ ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാകുമായിരുന്നു, എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന്. പക്ഷെ ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൈരളി TV ചർച്ചയ്ക്ക് വരുമ്പോൾ 100% ആത്മവിശ്വാസത്തോടുകൂടിയാണ്. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ അത്ര ആധികാരികമായി ഞങ്ങൾ വിജയിക്കും. കാരണം അതുപോലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തന ഭാഗത്തു നിന്നും രണ്ട് ഘടകങ്ങൾ. ഒന്ന്, ഇതിനു മുമ്പ് ഇല്ലാത്ത രീതിയിൽ വളരെ ശക്തമായിട്ട് ഉള്ള ഒരു ഒത്തൊരുമ, ഒരു യൂണിറ്റി UDFിലെ വിവിധ ഘടകകക്ഷികൾ തമ്മിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതിന്റെ പ്രവർത്തകരെല്ലാം തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം. അത് വളരെ കൃത്യമായി തന്നെ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക്, നിലമ്പൂര് തെരഞ്ഞെടുപ്പില് പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, വളരെ കൃത്യമായിട്ട് തന്നെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒന്നാമത്തെ ഘടകം കൊണ്ട് തന്നെ ഞങ്ങളോട് ജയിക്കേണ്ടതാണ്. UDFിന്റെ ചിട്ടയായ പ്രവർത്തനം, ഐക്യവും കിട്ടുറപ്പും. പക്ഷെ ഈ രണ്ടാമത്തെ ഒരു ഘടകം കൂടി വന്നതോടുകൂടി, ഈ ഭരണവിരുദ്ധ വികാരം കൂടി വന്നതോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു മാർജിനിൽ UDF ജയിക്കാൻ പോകുന്ന സാധ്യതയാണ്.